അജി ചേട്ടൻ, ഫസ്റ്റ് ഓഫ് ഓൾ അജി ചേട്ടനോട് വളരെ റെസ്പെക്ട് തോന്നുന്നുണ്ട്. കാരണം ഒരുപാട് കാസ്റ്റ് ഉള്ള ഒരു സിനിമയാണിത്. അർജുൻ അശോകൻ, ഈ പറഞ്ഞ പോലെ അഹാന കൃഷ്ണ, ധ്രുവൻ, നിങ്ങൾ തന്നെ പറഞ്ഞു ഒരു 36 പേരോളം ഇതിലുണ്ടെന്ന്. അജി ചേട്ടൻ തന്നെ ഞെട്ടി ഇങ്ങനെ ഓരോ ദിവസം സെറ്റിൽ ചെല്ലുമ്പോൾ ഓരോ ആൾക്കാർ. പക്ഷെ അത്രയും പേരുണ്ടായിട്ടും അജി ചേട്ടന് മാത്രമേ ആ മനസ്സുണ്ടായുള്ളൂ ഈ പ്രസ് മീറ്റിന് വന്ന് ഇങ്ങനെ ഒരു പടം പ്രൊമോട്ട് ചെയ്യാൻ. ദേവി ചേച്ചി അല്ല, തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇരിക്കുന്ന ഓരോരുത്തരും. ദേവി ചേച്ചി അട്ടപ്പാടി എന്ന് വന്നതാ. സോജാനി ഞാനും പിന്നെ കൊച്ചിയിലുള്ളവരാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് തന്നെ എടുത്തത്. തീർച്ചയായിട്ടും ചേച്ചി എല്ലാവരും കേട്ടോ. അപ്പൊ അതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ ഇപ്പൊ ലാൽ സാർ ഒരു പറഞ്ഞ ദിവസം ലാൽ സാർ ചെന്നൈയിലാണ്. ശ്രീനി സാറിന് നമുക്കറിയാം, അദ്ദേഹത്തിനെ നമുക്ക് കൊണ്ടുവന്ന് ഒരു പ്രൊമോഷൻ എത്തി ബുദ്ധിമുട്ടിക്കാൻ ഒരു താല്പര്യമില്ല. അഹാനയുടെ കാര്യം ഇപ്പൊ നിങ്ങൾ സംസാരിച്ചു. അർജുൻ സുമതി വളറിന്റെ ഷൂട്ടിലാണ്, ധ്രുവൻ ഷൂട്ട്. നാച്ചുറലി ഇന്നത്തെ ടൈമിനനുസരിച്ച് അവർക്ക് മാച്ച് ചെയ്യാൻ പറ്റും. ഇതൊരു പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു കാര്യമായിരുന്നു ഈ പ്രശ്നം. ഇനി ഇത് പതുക്കെ പതുക്കെ മീഡിയയിലോട്ട് അറിയിക്കുന്നത് ഏപ്രിൽ 18 എന്നുള്ളൊരു ദിവസം ആകുമ്പോഴത്തേക്കും നമ്മളുടെ പ്രൊമോഷൻ ഇന്റർവ്യൂസ് ഒക്കെ ഉള്ള സമയത്ത് ഇവരിലൊക്കെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകും. കാരണം ഇപ്പൊ ഇവിടെ പോസ്റ്ററിൽ പോലും കാണുന്നത് അഹാന കൃഷ്ണയുടെ മുഖമാണ്. എല്ലാ പോസ്റ്റേഴ്സിലും അജിച്ചേട്ടൻ ഫോട്ടോകളില്ല. തീർച്ചയായിട്ടും. അപ്പോ അറ്റ്ലീസ്റ്റ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ള ഒരു അതെ അതെ അതെ. അപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ആക്റ്റീവായ ഒരാളാണ് അഹാന. അപ്പൊ ഈ അഹാനക്ക് ഇപ്പോ ഒരുപാട് സിനിമകളും ഇപ്പൊ നമ്മൾ കാണാറൊന്നുമില്ല. അടി കഴിഞ്ഞിട്ട് കുറെ സിനിമ നമ്മൾ കണ്ടിട്ടില്ല. എപ്പോഴും സിനിമയുള്ള ആളാണെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന എക്സ്ക്യൂസസ് ഒക്കെ ഓക്കെ ആയിരിക്കാം. ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ളതിന് ചിന്തിക്കുമ്പോഴും ചെയ്യുന്നത് ശരിയല്ല എന്ന് പേഴ്സണലി നമ്മളിവിടെ ഇരിക്കുമ്പോൾ തോന്നുന്നുണ്ട്. അഹാന വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈ പ്രസ് മീറ്റിന് കുറച്ചും കൂടി ഒരു സോഷ്യൽ മീഡിയ വിസിബിലിറ്റി കിട്ടിയാണ്. അപ്പോ അത്തരത്തിലുള്ള ആളുകൾ മലയാള സിനിമയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇവര് തന്നെ ഇന്റർവ്യൂവിൽ അവസരങ്ങൾ കിട്ടുന്നില്ല വേണ്ടത്ര എന്ന് പറഞ്ഞ് ഇമോഷണലായിട്ട് ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇരട്ടത്താപ്പിന് എങ്ങനെയാണ് അജിച്ചേട്ടൻ നോക്കിക്കാണുന്നത്? ഇവിടുത്തെ ആക്ച്വൽ റീസൺ എന്താണ് മനു അഹാന എന്നുള്ളത് ഇനിയും നമുക്ക് സത്യം അറിയാൻ ഒരു വഴിയില്ല. കാര്യം ഒരാളില്ല അല്ലെ. എപ്പോഴും നമുക്ക് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ രണ്ട് സൈഡും കേൾക്കാം. ഇനി അതിനൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇനി ഒരിക്കലും ഉത്തരവില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പുറകോട്ട് പോയിട്ട്. പക്ഷേ അഹാനയ്ക്ക് പറയാം. അഹാന പറയുന്നത് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. തീർച്ചയായിട്ടും. കാര്യം മനു ഇല്ല, അതാ ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ചോദ്യത്തിലോട്ട് പോയിട്ട് കാര്യമില്ല. ഡെഫിനറ്റ് ഉത്തരവില്ല. എനിക്ക് പേഴ്സണലി മനുവായിട്ടുള്ള ഫൺ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. മനസ്സിലായോ? ഞാൻ അയാളോടുള്ള കമ്പനി ആസ്വദിച്ചിട്ടുണ്ട് ആ കോവിഡ് ടൈമിൽ. അതെനിക്കിപ്പോൾ മാധ്യമത്തിലൊന്നും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. മനസ്സിലായോ? അപ്പോൾ അത് നിങ്ങളൊന്ന് പറഞ്ഞത്. പക്ഷെ ആ ഒരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് സിനിമ സെക്കൻഡറി, ബന്ധമാണ് പ്രൈമറി. ഞാൻ സിനിമയിൽ വന്നത് സുഹൃത്ത് വഴിയാണ്. എൻ്റെ അവസാനത്തെ ഇപ്പോൾ ഇറങ്ങിയ സിനിമയും സീരീസും സുഹൃത്തുക്കളോടൊപ്പം തന്നെയാണ് ഗെയിം. അപ്പോൾ എനിക്ക് പ്രൈമറിലി ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ലിറ്റിൽ ഇമ്പോർട്ടൻ്റ്. അപ്പം അയാൾ എൻ്റെ ആ സമയത്ത് ഞാൻ ഒരുപാട് അയാളുടെ കൂടെ ചിരിച്ചതാണ്. കോവിഡ് സമയത്ത് അയാൾ EMI അടയ്ക്കാൻ സഹായിച്ച ആളാണ്. അർജുൻ അശോകൻ തുടങ്ങിയവരുടെ ഈ വിട്ടുനിൽക്കലിനെ കുറിച്ച് അർജുൻ സുമതി വളവിന്റെ ഷൂട്ടിലാണ് ഇൻട്രസ്റ്റഡ് ആണ്. അയാൾ വരും, ധ്രുവൻ വരും. ലാൽ സാറ് കോണ്ടാക്ട് ചെയ്തപ്പോൾ ചെന്നൈയിലാണ്. നമുക്ക് അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കാൻ പ്രൊഡക്ഷന് താല്പര്യം. ഇനി വരും ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഇനി ഏപ്രിൽ 18 എന്നുള്ള റിലീസിന് മുമ്പുള്ള പ്രൊമോഷണൽ ഇന്റർവ്യൂസ് ഉണ്ടാവില്ലേ, അല്ല എനിക്ക് ഒരു സാധിക്കും.